നമസ്കാരം, ഗുഡ് ഈവനിങ്. വിത്ത് ടൺ കണക്കിന് ലവ് ആൻഡ് ടൺ കണക്കിന് റൊമാൻസ്, ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. My love is like an ocean, it goes down so deep. My love is like a rose whose beauty you wanna keep. My love is like a song that goes on and on forever. My love is like a prisoner, it's to you that I surrender. ഹായ് ഓൾ. സാധാരണ വ്യാഴാഴ്ചയാ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് നമ്മുടെ കൂടെ വരാറ്. ഇന്ന് റീനുവിൻ്റെ കൂടെ ഒരാളും കൂടിയുണ്ട്. ആരാന്നറിയോ? മനസ്സിൽ വെക്കാൻ എനിക്കും ഭയങ്കര പാടാന്നേ. ക്ലബ് എഫ്എമ്മിലെ ഈ മനോഹരമായ ഗാനങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഇയാളാരാന്ന് പറയാം. കീപ് ലിസണിംഗ് ടു ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. നിങ്ങളുടെ കൂടെ ഞാൻ റീനു. എൻ്റെ കൂടെ എത്തിയിട്ടുണ്ട് ഹായ്, ദിസ് ഈസ് ഗോപി സുന്ദർ. ഹായ്, വെൽക്കം ടു ലവ് ബൈറ്റ്സ്. ഒരു ചോദ്യത്തോടെ നമ്മൾ തുടങ്ങുന്നത്. ഫോർ ഗോപി സുന്ദർ, വാട്ട് ഈസ് ലവ്? വാട്ട് ഈസ് ലവ്? ഇസ് ട്രാൻസ്പെറൻസി. നമ്മളൊരു കാര്യം മറച്ചു വയ്ക്കുന്നിടത്തല്ല സ്നേഹം, അത് തുറന്ന് പറയുമ്പോഴാണ് സ്നേഹം. ഒരു പെണ്ണോട് സ്നേഹം തോന്നുന്നു, അത് തുറന്ന് പറയാനുള്ള ഗഡ്സാണ് ആ പെണ്ണ് പയ്യൻ്റെ ആദ്യം ആഗ്രഹിക്കുന്നൊരു കാര്യം. ചങ്കുറ്റത്തോടുകൂടി ഏത് പെണ്ണെയും സ്നേഹിക്കുന്നവരാണെങ്കിൽ തുറന്നു പറയുക. താങ്കൾ ഇപ്പോഴും പ്രണയം അങ്ങനെ പറയാറുണ്ടോ? ഇഷ്ടപ്പെടുന്ന പെണ്ണിനോട് നമ്മൾ പറയും, എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ കല്യാണം കഴിച്ചു, ഇനി പ്രശ്നമില്ലല്ലോ. അപ്പൊ പിന്നെ പറയണ്ട. ഫേസ്ബുക്കിൽ ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ റീനു ഒരു ചോദ്യം ചോദിക്കുക. നിങ്ങൾക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ നേരെ ചെന്നിട്ട് ദേ പെണ്ണെ, അല്ലെ ദേ ചക്ക, എനിക്കതിന് ഇഷ്ടമാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഉത്തരം ഒന്ന് പോസ്റ്റ് ചെയ്യണം. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രമുണ്ട് ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയ ഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. എൻ്റെ കൂടെയുണ്ട് ഇതുപോലെ ഒരുപാട് റൊമാൻറ്റിക് സോങ്സ് കമ്പോസ് ചെയ്ത ഒരാൾ, ഗോപി സുന്ദർ. ഗോപി വൈഫിന് വേണ്ടി ഒരു പാട്ട് പാടുവാണെങ്കിൽ അത് ഏത് പാട്ടായിരിക്കും? റൊമാൻറ്റിക് സോങ് സംടൈംസ് യു ഫീൽ ലൈക്ക്. അങ്ങനെ എല്ലാ വികാരവും നമുക്ക് കാണിക്കാൻ പറ്റുന്നൊരു മേഖലയാണ് വൈഫ്. നമ്മുടെ ദേഷ്യം, നമ്മുടെ അസൂയ, പിണക്കം, രൗദ്രം, എല്ലാം കലി എല്ലാം കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വൈഫ്. വൈഫിന് വേണ്ടി ഒരു പാട്ട് പാടുമോ? ഓക്കെ, ഞാൻ വൈഫായിട്ട് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു പാട്ടുണ്ട്. ആ സമയത്ത് തന്നെയാണ് അങ്ങനെ ഒരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്തത്. മഴയത്തൊരു ചായ ഒക്കെ കുടിച്ച് നമ്മുടെ വൈറ്റ് ഫോർട്ട് ഹോട്ടലിലിരുന്ന് ഇങ്ങനെ കമ്പോസ് ചെയ്തു. അത് ഫീമെയിൽ മെയിലിനെ മിസ് ചെയ്യുന്നതായിട്ട് പാടുന്ന ഒരു പാട്ടാണ് ഞാൻ കമ്പോസ് ചെയ്തത്. പക്ഷേ എൻ്റെ ഫീലിംഗ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. എൻ്റെ ഫീലിംഗ് ഇസ് ഒരു വിരഹഗാനം, അല്ലെങ്കിൽ ഒരു വിരഹം എന്ന് പറയുമ്പോൾ ഒരു റൊമാൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ലവിൻ്റെ ഒരു എക്സ്റ്റസി എന്ന് പറയുന്നത് കണ്ണീരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ ഒരു എക്സ്റ്റസി മൂഡിൽ എനിക്ക് ഫീൽ ചെയ്ത് ഉണ്ടാക്കിയ പാട്ടാണ് സാഗറിലെ ചാക്കിയിലെ മെല്ലെ മെല്ലെ എന്നിൽ നിന്നകലും പ്രിയനേ പ്രിയനേ മെല്ലെ മെല്ലെ എന്നിൽ നിന്നകലും പ്രിയനേ പ്രിയനേ. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പ്രണയിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. എൻ്റെ കൂടെയുണ്ട് ഗോപി സുന്ദർ. ഗോപി, നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ശ്യാമും വിവേക്കും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പം ശ്യാമിന് ഒരു കുട്ടിയോട് ഇഷ്ടം തോന്നി വിവേകിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത്. അപ്പോൾ അവൻ വിവേകിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു ഈ ഇഷ്ടം അറിയിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് വിവേകിന് മനസ്സിലാവുന്നത് നിമ്യ എന്ന് പറയുന്ന ഈ ഫ്രണ്ടിനോട് അവനും പ്രണയമാണ്. ഇപ്പം എന്ത് ചെയ്യും? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളുടെ മനസ്സ് നമുക്ക് ആർക്കും അന്നും ഇന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള രീതിയിൽ അവനേക്കാൾ ഓവർടേക്ക് ചെയ്ത് അവനെ വെട്ടിച്ച് കൈക്കലാക്കാൻ ശ്രമിക്കുക. പക്ഷെ അങ്ങനെ കൈക്കലാക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇനി വേറൊരു വിവേകോ വേറൊരു ശ്യാമോ അല്ലെങ്കിൽ വേറൊരു വിനോദോ വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഇതേ ആറ്റിറ്റ്യൂഡ് അവരോടും കാണിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് അവനോട് ഇഷ്ടമുണ്ടോ ഇല്ലെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ അടുത്ത് അത് ആദ്യം തുറന്ന് പറയുകയാണ് വേണ്ടത്. ആദ്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ കാര്യമില്ല. അപ്പോൾ ആ പെൺകുട്ടി പറയും എനിക്ക് ഇദ്ദേഹത്തിനാണോ ശ്യാമിനെയാണോ ഇഷ്ടം വിവേകിനെയാണോ ഇഷ്ടം എന്നുള്ള കാര്യം ആ പെൺകുട്ടി തുറന്ന് പറയും. സത്യം, എന്ത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇഷ്ടം തുറന്നു പറയാതെ മനസ്സിൻ്റെ ഉള്ളിലിട്ടിട്ട് അവൾ അങ്ങനെ പറയൂ, അവൾക്ക് ആരെയായിരിക്കും ഇഷ്ടം? ഗോ അഹെഡ് ആൻഡ് സേ ഐ ലവ് യു. വിവേകിനുള്ളതാണെങ്കിൽ വിവേകിന് കിട്ടും, ശ്യാമിനുള്ളതാണ് ശ്യാമിന് കിട്ടും. കീപ് ലിസണിംഗ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ് വിത്ത് റീനു ആൻഡ് ഗോപി സുന്ദർ.